അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോളെ സമീറ, മോളെ. ആ എന്തു ഉമ്മ? മോളെ, ഞമ്മക്കൊന്നൊരു വഴിക്ക് പോകാണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ഒരുങ്ങിക്കാളി. ഏതായാലും ക്ഷാമം ഇവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് രണ്ടാക്കൊന്ന് പോയി വരാം. ഉമ്മ, അപ്പോൾ നുസി ഇല്ല, റുക്യാത്തി ഇവിടെ ഉണ്ടാവും, ഷാമോൻ അവിടെ നിർത്തും ചെയ്യും. നമുക്ക് വേഗം ഒന്ന് പോയി വരാം. ഒരു നിമിഷം സമീറ വിചാരിക്കുന്നു, റബ്ബേ പഠിച്ചോനെ എങ്ങോട്ടായിരിക്കും അറിയുന്നില്ല. എന്നാൽ അന്ന് സുബഹിക്ക് അതാ സമീറ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തലേ ദിവസത്തെ ആ സംഭവങ്ങൾ ഓർത്തു. എൻ്റെ റബ്ബേ, അല്ലാ പഠിച്ചോനെ, ഞാൻ എന്താ റബ്ബേ പറയാ. അല്ലാ, എനിക്ക് എന്നെ സൃഷ്ടിച്ച എൻ്റെ പഠിച്ച റബ്ബിനോട് എനിക്ക് തുറന്നു പറയാം എല്ലാം. ഇതാരും കേൾക്കൂലല്ലോ. അല്ലാ, നീ ഉണ്ടായത് എനിക്ക് എൻ്റെ ഭാഗ്യമാണല്ല. നീ ഉണ്ടായത് കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ സങ്കടങ്ങളും തുറന്നു പറയാം. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വരെ സമീറ ചിന്തിച്ചു പോകുകയാണ്. എനിക്ക് എൻ്റെ അല്ല ഉണ്ടല്ലോ, എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാ, ഞാൻ നിന്നോട് തുറന്നു പറയണല്ലാ, എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്കറിയാം. കാരണം നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അല്ലാ, എനിക്ക് ഉസ്താദിനെ ഇഷ്ടമാണല്ല, പക്ഷേ എനിക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല. ആ ഉസ്താദിനോടത് പറയുമ്പോൾ അദ്ദേഹം എന്ത് വിചാരിക്കും എനിക്കറിയുന്നില്ല. പക്ഷേ അദ്ദേഹം തലേ ദിവസം ചോദിച്ചിട്ടുണ്ട്, എന്താ റബ്ബേ ഞാൻ ഉത്തരം കൊടുക്കണ്ടേ. പഠിച്ചോനെ, നീ ഒരു വഴി കാട്ടിക്കൊണ്ടല്ല. ഒരിക്കലും സമീറാക്ക് അത് ശീലമായിട്ടില്ല. അതെ, ഒരാൾക്ക് മെസ്സേജ് അയക്കുക, ഒരു അന്യ ആളിന് മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് ശീലമായിട്ടില്ലല്ലോ. എനിക്ക് അതൊന്നും അള്ളാഹുക്ക് ഇഷ്ടമില്ലല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യൂലല്ലോ. എനിക്കത് ശീലമായിട്ടില്ല. റഹ്മാനെ, നീ തന്നെ ഒരു വഴി അതിന് ഒരുക്കിക്കൊണ്ടല്ല. ഖുർആൻ പിടിച്ച് അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ സമീറയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, അതാ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. പഠിച്ചോനെ, ആരാ? അതെ, അവൾ നെറ്റ് ഓൺ ചെയ്തിരുന്നു. അത് ഓഫാക്കാൻ മറന്നിട്ടില്ലായിരുന്നു. അല്ലെങ്കിലും പുത്തൻ വീട് തറവാട്ടിൽ വൈഫൈ ഉള്ളത് കൊണ്ട് അത് ഓണാക്കലും ഓഫാക്കലും ഇല്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും തൻ്റെ ഫോണെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് ഐഷുമ്മ തന്നെ ഷമ്മാസിൻ്റെ ഷോപ്പിൽ നിന്ന് ഒന്ന് വാങ്ങിപ്പിച്ച ഫോണായിരുന്നു അത്. റബ്ബേ, കാരണം ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു. അതൊക്കെ അവരെടുത്ത് മാറ്റിയില്ലേ. അല്ലാ, സാരല്ല. എന്നാൽ അതിനേക്കാളും നല്ലൊരു ഐഫോണാണ് എനിക്ക് ഷമ്മാസ് കൊണ്ടുവന്നിട്ടുള്ളത്. റബ്ബേ, ഇതൊന്നും വേണ്ടില്ലായിരുന്നു. സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണ്, അതും 5000 രൂപയിൽ താഴെ ഉള്ളത്, അതും വേണ്ടിയില്ലായിരുന്നു. അത് വെറും 1000 രൂപ മാത്രം വിലയുള്ള ഒരു സാധാ സ്വിച്ച് ഫോണായാലും വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ, ആർക്ക് ഫോൺ വിളിക്കാൻ? വല്ലപ്പോഴൊക്കെ യൂട്യൂബ് തുറന്ന് എന്തെങ്കിലും ഉസ്താദുമാരെ ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. എന്തെങ്കിലും. എനിക്ക് വാട്സപ്പിലും ആരുമില്ല. എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ കൂട്ടുകുടുംബങ്ങളൊന്നുമില്ലല്ലോ. എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പോയതിനു ശേഷം ആങ്ങളാർക്കും ഇതിനോട് വല്ല ബന്ധമില്ല. രണ്ടെണ്ണുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ. സാരല്ല റഹ്മാനെ, ഒരാളെയും ആശ്രയിച്ച് ജീവിക്കേണ്ട വിധി വരുത്തല്ലല്ല. എനിക്ക് ഐഷുമ്മ തന്നെ മതിയല്ല എനിക്ക്. പെട്ടെന്നതാ ഒരു മെസ്സേജ് കൂടി വരുന്നു. അവൾ ആകാംക്ഷയോട് അതെടുത്ത് നോക്കി. റബ്ബേ, ഉസ്താദ്. സമീറ, എന്തായി? ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, അത് റീപ്ലൈ ഒന്നും കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുന്നത് ഡിസ്റ്റർബായെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് എൻ്റെ ഒരു മനസ്സിലാഗ്രഹം കൊണ്ടാണ്. മനസ്സിലാഗ്രഹം അതെൻ്റെ ജീവിതത്തിലേക്ക് മാത്രമുള്ളതല്ല, അത് എൻ്റെ പൊന്നുമോൾ ഐഷു അതും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു താല്പര്യം പ്രകടിപ്പിച്ചത്. ഒരു നിമിഷം സമീറ, പഠിച്ചോനെ റഹ്മാനെ, വലിയ മെസ്സേജാണല്ലോ, എന്താ ഞാൻ പറയുക? കിടുകിടെ വിറക്കാൻ തുടങ്ങി. അല്ലാ, ഈ തടിച്ച് എന്നെ ഉസ്താദിന് പറ്റുമോ? ഞാൻ എന്താ പറയുക, എനിക്കറിയുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അതാ ടൈപ്പ് ചെയ്യുന്നു. ഉസ്താദേ, അത് ഞാൻ എന്താ പറയുക, എൻ്റെ തടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ നല്ല ചെറുപ്പക്കാരനായ സുന്ദരനായ ഒരു യുവാവല്ലേ, എന്നൊക്കെ നിങ്ങൾക്ക് പറ്റുമോ? ആ ഒരു മെസ്സേജ്
വന്നപ്പോൾ തന്നെ ഉസ്താദ് അതാ റീപ്ലൈ ചെയ്യുന്നു. അതെ സമീറ, നല്ല ഭംഗിയുള്ള പെണ്ണാണ് നീ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ മുഖങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. വൈകാതെ ഒന്നായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായിട്ടും എനിക്കൊത്തിരി ഇഷ്ടമാണ്. സമീറയുടെ അഭിപ്രായം ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഐഷുമ്മയുടെ അരികിൽ പോയിട്ട് കാര്യങ്ങളൊന്ന് പറയാമായിരുന്നു. ദയവായി പ്ലീസ് റീപ്ലൈ. ഐ ആം വെയിറ്റിംഗ്. അതെ, സമീറയുടെ കൈകാലുകൾ വിറക്കുന്നുണ്ട്. അല്ലാ, ആരും എന്നോട് ഇത്ര സ്നേഹത്തോടെ ഇതുവരെയുള്ളൊരു വാക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. റബ്ബേ, പഠിച്ചോനെ, അല്ലാഹുവേ, റഹ്മാനെ, തെറ്റായോ എനിക്കറിയുന്നില്ല. പക്ഷേ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. തൽക്കാലം അവൾ അതാ എഴുതി, ഐഷുവിൻ്റെ ഉമ്മച്ചിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും. അത് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ ഫോൺ അവിടെ വെച്ചു. റബ്ബേ, അസ്തഗ്ഫിറുല്ലാ, പഠിച്ചോനെ, എന്തേ തെറ്റായി പോയോ, വേറെ വല്ലതും ചിന്തിക്കോ എനിക്കറിയുന്നില്ല. അപ്പോൾ തന്നെ അതാ ഉസ്താദിൻ്റെ മെസ്സേജ്. അത് ഇൻഷാ അല്ലാ. അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ? ആ ഒരു മെസ്സേജിന് മറുപടി കൊടുക്കാൻ അവൾക്കായില്ല. അവളൊരു സ്മൈലി വിട്ട് പതുക്കെ അതാ ഓടിപ്പോകുന്ന ആ ഒരു സ്റ്റിക്കർ കൂടി വിട്ട് അവൾ ഫോൺ വെച്ചു. മോളെ, മോളെ. അല്ലാ, ഉമ്മ വിളിക്കുന്നുണ്ട്. മോളെ സമീറ. അല്ലാ, പഠിച്ചോനെ, നിസ്കാരപ്പായ ഊരിയിട്ട് പഠിച്ചോനെ നിസ്കാരപ്പായിൽ ഇരുന്നാണ്. റഹ്മാനെ, എന്തായാലും സുബഹി നിസ്കാരവും ഖുർആൻ പാരായണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ. റഹ്മാനെ, പഠിച്ചോനെ, അല്ലാ, പഠിച്ചോനെ. മോളെ സമീറ. അവൾ പെട്ടെന്ന് വാതിൽ തുറന്ന്, ഉമ്മ. മോളെ, സ്കെച്ച് കഴിഞ്ഞില്ലേ? ഉമ്മ കഴിഞ്ഞിരുന്നു. ഇവിടെ എന്നാ മാട്ടി? എന്തുമ്മ? പിന്നെ നമുക്കൊന്നൊരു വൈക്ക് പോകാണ്ട്. ഏതായാലും തൽക്കാലം റുക്കാത്ത് വന്നതിൻ്റെ ശേഷം പോകാം. ഷാമോനെ ഇവിടെ കട്ടെ കുറച്ച് നേരത്തിന്. എനിക്കൊന്ന് പോയി തരാണ്ട്. ജുംബാൻ്റെ പെട്ടാ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉമ്മ പറഞ്ഞില്ല. സെയിം സംഭവം തന്നെ ഷമ്മാസയുണ്ട്. മോനെ ഷമ്മാസേ. എന്തുമ്മ? ഞാനും സമീറന്നൊരു ബൈക്ക് പോകണ്ടുമ്മ. എവിടുക്കോ? ഉമ്മയും സമീർത്തിയും കൂടെ എങ്ങോട്ട് പോണത്? അതൊക്കെ ഞാൻ പറയാം. ഉമ്മാൻ്റെ കുട്ടി ഇന്ന് കുറച്ച് നേരം വൈകി പോയാൽ മതി. റുക്ക ഇവിടെ വരും. ചായയും കടിയും ഒക്കെ സെമി ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഇവിടെ നല്ല മട്ടത്തിന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഇവിടെ കുറച്ച് നേരം നിൽക്കണം. നുസിനിട്ട് പോകാൻ പറ്റൂല. കുട്ടിയുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കണം. ഞങ്ങളൊന്ന് പോയി തരാം. അല്ലുമ്മ, എന്താ എന്നോട് പറയുന്നത്? ഇത്ര വലിയ വിരോധമുള്ള കാര്യമാണോ? അല്ല മോനെ, ഒന്നുമില്ല. ഒന്ന് ഓളായിട്ടൊന്ന് പോയി തരാനേ. അങ്ങനെ ഏതാ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം സമീറ പണികളെല്ലാം കഴിച്ച് മാറ്റിയൊരുങ്ങുന്നു. അവൾ അപ്പോഴും മുറ്റമടിക്കാനും അകമടിച്ചാരി തുടക്കാനും ഒരുങ്ങുമ്പോൾ, എൻ്റെ പൊന്നാര കുട്ടിയെ, ചളിയൊന്നുമില്ല അവിടെ വെച്ചൊക്കെ. ഇന്ന് പതിനൊന്നും നിൽക്കല്ലേ. മിറ്റത്ത് ഇപ്പം എന്താ കച്ചറ? ഒന്നുമില്ല, അവിടെ വന്നോട്ടെ. എന്നും ഇപ്പം ഈ മിറ്റടിച്ചു വരണം മകടിച്ചൊരു തുടക്കണമെന്നൊന്നുമില്ലല്ലോ. അതിപ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ. വൃത്തിയാക്കണം. അപ്പോൾ ആവശ്യത്തിന് വൃത്തിയൊക്കെ നല്ല മട്ടത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു വൈക്ക് പോകാൻ നിൽക്കണേ. ഇത്രയും പെടഞ്ഞ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു അമ്മായിമ്മയില്ല. അങ്ങനത്തെ ഒരു അമ്മായിമ്മ ഇവിടെ ഇല്ല. നല്ല മട്ടത്തിൽ വെച്ചപ്പോൾ എടുക്കുന്നുണ്ടല്ലോ, അത് മതി. ഇന്ന് പതിനുള്ള നേരമല്ല. അമ്മാരോട്ട് വേഗം കുളിച്ചാണി. അങ്ങനെ അതാ സമീറ മുറ്റമടിക്കുവാനൊക്കെ പോകുമ്പോൾ ഉമ്മ ചൂല് വാങ്ങി വെക്കുന്നു. ഉമ്മ, അത് അല്ല, ഒന്നുമല്ല, നമുക്ക് വേഗം പോയി തരണേ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റുക്യ ജെത്തിയ? എൻ്റെ പൊന്നാരൈശോ. അല്ല, ഇതിപ്പോൾ എന്തപ്പം തന്നെ മാറ്റി ഒരുങ്ങി എടുക്ക പോകാൻ നിൽക്കണേ? മാറ്റി ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങാൻ നിൽക്കണേ ഉള്ളൂ. അല്ല, എന്തപ്പോൾ പതിവില്ലാതെ? എന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വൈക്ക് പോകാണ്ട്. അതന്നെയാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ രണ്ടാളോ? തിരക്കടില്ലല്ലോ. എവിടുക്കാന്നാവല്ലേ? ഒന്നുമില്ല, ഒന്ന് പോയോക്കട്ടെ. കുറേ ദിവസം ഉണ്ടല്ലോ ഓൾ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ്, പെരൻ്റെ ഉള്ളിൽ പണിയെടുത്തുകൊണ്ട്. ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോട്ടെ. അതേ ഇപ്പം നടക്കുള്ളൂ. അല്ലാതെ ഇപ്പം എന്നും ഇതിപ്പോൾ ഇങ്ങനെ പണിയെടുപ്പിച്ചെന്നാൽ ശരിയാവില്ല.
റുക്കിയാത്താക്കത് കേട്ടപ്പോൾ ആ ആ ആ ഓൾക്ക് തിരക്കടില്ല, നിങ്ങൾ ഇവിടെ എത്തി കിട്ടിയത് ഓൾക്ക് തിരക്കടില്ല. നേരത്തിൽ ഫുഡും കാര്യങ്ങളും നല്ലൊരു പെരയും നല്ലൊരു ഉമ്മാനെയും ഒക്കെ കിട്ടിയിക്കണല്ലോ. ഐഷുവോ പൊന്നുമോളെ, എവിടെ മമ്മാൻ്റെ കുട്ടി ഇവിടെ വന്നാണ്? ഉമ്മമ്മ എന്താ? ഉമ്മമ്മാൻ്റെ കുട്ടി ഇന്ന് ആപ്പാപ്പാൻ്റെ അടുത്ത് നിൽക്കണം കേട്ടോ. ഞാനും എൻ്റെ ഉമ്മച്ചിയും കൂടി ഇന്നൊരു സ്ഥലത്തേക്ക് പോയി വരും കേട്ടോ. മോളെ കൊണ്ടാകാൻ പറ്റുന്ന സ്ഥലമല്ല, അതുകൊണ്ടാണ് കേട്ടോ മോളെ കൊണ്ടാകാത്തത്. പിന്നെ ഉപ്പച്ചി വരും, ചായ ഒക്കെ കുടിച്ചിട്ട് ഉപ്പച്ചി പോകും. മോള് കരിയൊന്നും ചെയ്യരുത് കേട്ടോ, ഞങ്ങളിപ്പോൾ വരാം. ആപ്പാപ്പ മോനെ ഷാമോനെ. ആ ഉമ്മ. മോനെ ഐഷുവിനെ നോക്കണം കേട്ടോ. അതെന്താ ഉമ്മ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഐഷു എൻ്റെ കുട്ടി തന്നെയല്ലേ. ആയിഷയും ഫാത്തിമയൊക്കെ എൻ്റെ മക്കൾ തന്നെയാണ്. 2 പേരും എൻ്റെ മക്കളെ പോലെ തന്നെയല്ലോ ഉമ്മ. ഉമ്മ എന്താ അങ്ങനെ പറയണേ? അല്ലേ, ഇനിയിപ്പോൾ ഞങ്ങളില്ലാത്തപ്പോൾ മറ്റോള് സെമീറല്ല, ഞാൻ അവൾക്ക് വിഷമീക്കാരം, അതുകൊണ്ടാണ് പറയണത്. എൻ്റെ പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചെന്നാണ് ഉമ്മ ഞങ്ങൾ കൊണ്ടാക്കി തരാം. അല്ലല്ല, ഇനിയിപ്പോൾ ഞങ്ങളെ കൊണ്ടാക്കി തരുന്ന നേരം കൊണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ നേരം പിടിച്ചു. ഇവിടെ റുക്കി ഒറ്റക്കാണ്, അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ കുട്ടി അതിന് നിൽക്കണ്ട. ഉമ്മാൻ്റെ കുട്ടിയെ ഓട്ടോറിക്ഷ എന്നാണ് വിളിച്ചെന്നാളെ. അതേ കാരം നല്ലത്. ചിലപ്പോൾ റഷീദിനെ വിളിച്ചാൽ അവൾക്ക് പേടിയേക്കാരം, ബേജാറേക്കാരേ. കാരണം ഇനി എന്തൊക്കെയാണ് അതൊക്കെ പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ആങ്ങളുടെ പെണ്ണുങ്ങൾ എന്നുള്ള നിലക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും നിൽക്കണ്ട. ഇജ്ജ് വേറെ എനിക്ക് പരിചയത്തൊരു ഓട്ടോറിക്ഷക്കാരനൊന്നും വിളിച്ചെന്നാളി ഉമ്മാൻ്റെ ഉമ്മ കാറിൽ കയറിക്കോളി, ഞാൻ കൊണ്ടാക്കി തരാം. എന്താ വേണ്ട ഇജ്ജ് ഇവിടെ ഇല്ല, ഞാനേ ശരിയാവില്ല. ന്യൂസി പെറ്റെടുക്കണം, നീച്ചെടുക്കണേ കുഴപ്പമില്ല. പെറ്റ് കിടക്കുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് വിട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല. മോളെ സമീറ, അവൾ അപ്പോഴേക്കും ചായയും കടിയും ചോറുമെല്ലാം ആക്കി വെച്ചിരുന്നു. ഉച്ചക്കുള്ള കറി വരെ ഓള് അടുപ്പത്ത് വെച്ചു. വേഗം ഇറച്ചി മുറിച്ച്. ആ ഉമ്മാക്കൊരു തൃപ്തി അതാണ്. മോളെ ആ കുക്കറിലൊന്നും ഇട്ടാൽ മതിയേനോ, ഇന്നിപ്പോൾ തിരക്കല്ലേ? അല്ലുമ്മ, അത് അടുപ്പത്ത് മൺകുടുക്കിയിൽ വെക്കണ ഇറച്ചി നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ പൊന്നാര കുട്ടി എന്ന് കുക്കറിൽ വെച്ചാൽ മതിയേനോ? അല്ലുമ്മ, അത് നല്ല കണലുണ്ട്, ചോറ് വെന്ത് അടുപ്പത്ത്, അതവിടെ കിടന്നോട്ടെ. നമ്മൾ വരുമ്പോഴത്തേനൊക്കെ അതങ്ങനെ കണലുമ്പോൾ കിടന്നങ്ങനെ തളിച്ചേക്കോളും. പൊന്നു മോളെ, അതിപ്പോൾ ഇനി ഷാമോനെ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് അടുപ്പത്തൊക്കെ ഒന്ന് പോയി വെക്കണ്ടേ, ഇറച്ചി അടുപ്പത്ത് വെക്കണ്ടിട്ടാ. അത് കേട്ട് റുക്കാത്ത വല്ലാത്തൊരു അമ്മായിമ്മയും മോളും തന്നെ. എന്താപ്പോൾ ഇത് മോനെ കൊണ്ട് ഇറച്ചി നോക്കിപ്പിച്ചേ, എത്താപ്പോൾ ഇത് കഥ? ഇത്രയും പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് വല്ലാത്തൊരിത്. ഇത് പോളേക്ക് ടൂർ എടുക്കുക തോന്നുന്നുണ്ട് മനസ്സിൽ വിചാരിച്ചു. അവൾ നല്ലോണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഇറച്ചിയോടെ അടുപ്പത്ത് മൺകുടുക്കിയിൽ വെച്ചു. കുറച്ചധികം വെള്ളം വെച്ച് നല്ലോണം കത്തിച്ചു. ഉമ്മ, അത് അവിടെ കിടന്ന് വെന്താവുള്ളൂ, ഒന്നും ആവൂല കേട്ടോ. പിന്നെ ചോറും വെച്ചേക്കണം, ഉപ്പേരി ഒന്നും ഇങ്ങോട്ട് വാട്ടി വെച്ചേക്കണം. ഞാനിപ്പോൾ നുസിക്കുള്ള ഭക്ഷണം അത് വേഗം കുറച്ച് നേരത്തെ ആക്കി വെച്ചതുകൊണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുന്നു. മോളെ സമീറ മാറ്റിയില്ലേ? എന്ത് മൊഞ്ചത്തിയൊക്കെ എൻ്റെ കുട്ടി, പർദ്ദ കെട്ടപ്പോൾ നല്ലൊരു സുന്ദരി പെണ്ണനെ, ഒരു അറബിച്ചി പെണ്ണനെ ഏക്കണിച്ച്. പാകത്തിന് തടിയും വലിപ്പവും അതും ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മുഖം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാനട്ട പെണ്ണെ, വട്ട മുഖം, കുറച്ച് തടിയും കൂടി ഉള്ള മുഖം കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല രസമുണ്ട്. അസല് അനക്കണങ്ങത്തെ പർദ്ദൊക്കെ യോജിക്കല്, തടിയും വലിപ്പൊക്കെ ഉണ്ടായതുകൊണ്ടേ. എന്നാൽ റുക്യാത്ത അതെല്ലാം കേട്ട് എന്താന്നില്ല, എന്താ പുകഴ്ത്തലോളം കേട്ട്. ഓൾ ഇത്ര ആ തടിച്ചിനും കാണാൻ അത്ര വലിയ രസമല്ലേ, എന്താണോ സോപ്പിട്ട് മയക്കല്. പർദ്ദയെല്ലാം അണിഞ്ഞ് ഹിജാബ് അണിഞ്ഞിട്ടാണ് അവൾ പുറത്തിറങ്ങിയത്. മോനെ ഷാമോനെ, അമ്മ പോയിട്ട് വരട്ടെ. നുസിയെ തേക്കൽ തുടങ്ങിയ അമ്മ പോയിട്ട് വരട്ടാ. ഉമ്മ. മോനെ സമീർ ആ ഇടയ്ക്ക് അപ്പോഴേക്കും അതാ അടുപ്പത്ത് പോയി ആ ഇറച്ചി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് പോന്ന്. അതവിടെ അങ്ങനെ തളിച്ചോട്ടെ, തളിച്ച് വന്നോളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പോയി വരുമല്ലോ, ഒന്നും ആവൂല. കുറച്ചൊക്കെ നെയ്യുണ്ടായില്ലേ. ഉമ്മയും സമീറയും ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. റുക്യാത്ത ആ നിമിഷം തന്നെ സമീറയെ പറ്റി പറയാൻ തുടങ്ങി ഷാമോനോട്. എൻ്റെ പൊന്നാര ഷാമോനെ, എന്നോട് എനിക്ക് പറയാൻ, ഏതായാലും എൻ്റെ അമ്മ വല്ലാത്തൊരു ജാതി തന്നെയാണോ. സ്വന്തം മക്കളോടില്ലാത്ത സ്നേഹമാണ് പുറമക്കാരോട്. എന്താപ്പാ സമീറാനെ കാട്ടിക്കൂട്ടുന്നത്? ഓളെ പണിയെടുക്കാൻ അയക്കണില്ല, അവളെ ചായം കടിയും തീറ്റിച്ച് അതും ഇതും കൊടുക്കുക, അപ്പം അത് എടുക്കുക പോയിക്കണ്.
അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളോട് മക്കളോടും മരുക്കളോടൊന്നും ആ സ്നേഹമില്ലല്ലോ. ഏ ആ ഫസീല ഓളെവിടുന്ന് പുറത്താക്കിയതെന്നാ കേട്ടത്. ഓളോട് വരെ ഒരു സ്നേഹവും കാര്യവും ഒന്നും നിങ്ങളെ അമ്മാക്കില്ലേനു. ഏതല്ല പുറമക്കാരത്തി പെണ്ണിനെ എത്ര മാത്രം സ്നേഹിക്കേണ്ട എന്താവശ്യമുള്ളത്? ഏ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ എന്നോട് പറയണം എന്ന് വിചാരിച്ചാണ് കുറേ ദിവസമായി. അന്നൊന്ന് ഒറ്റക്ക് കിട്ടാൻ കാത്തിക്കണ്. നിങ്ങൾ പുത്തൻ വീട് തറവാട്ടിന് ചീത്തപ്പേര് കേൾപ്പിച്ചാൽ നിൽക്കുന്നുണ്ടോ? റുഖ്യാത്തയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഷമ്മാസ്, അല്ല റുഖ്യാത്ത, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഉമ്മാക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടല്ലോ, ആര് പറഞ്ഞു? അല്ല, ഉമ്മാക്ക് മക്കളോടും സ്നേഹമാണ്, മരുമക്കളോടും സ്നേഹമാണ്, പുറത്തുള്ളവരോടൊക്കെ സ്നേഹം. ഉമ്മാക്ക് എല്ലാവരോടും സ്നേഹം തന്നെ. ഉമ്മ ഒരാളോടും വെറുപ്പ് കാണിക്കയില്ല. ആരെങ്കിലും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ. അതായത് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ജമീല താത്ത, അവർ ജപ്തി ചെയ്യുവാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം പോലീസുകാർ വന്ന് പുറത്തേക്ക് വലിച്ചിട്ട സമയത്ത് എൻ്റെ ഉമ്മ ചെയ്തത് ഞാൻ മറക്കൂല. എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരിയെടുത്തിട്ട് പോലീസുകാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണം, ഈ വീട് ജപ്തി ചെയ്യാതെ ആ മക്കളും അവരും അവരെ ഇരിക്കക്കൂരയിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിടരുത്. അവർക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. കടങ്ങൾ വന്ന് ബാങ്കിൽ നിന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്ത് ആയിട്ടായിരിക്കും. പലിശ എടുക്കൂല, മുതലും എടുക്കൂല, അങ്ങനെ ആയിട്ട് അങ്ങനെ എൻ്റെ ഉമ്മ അതൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഉമ്മ ഒരാളും ബുദ്ധിമുട്ടുന്നവരെ സഹായിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെ തന്നെ. എൻ്റെ ഉമ്മയുടെ ആഭരണങ്ങൾ ഊരി കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് പോലീസുകാർ തിരിച്ചു പോയത്. അല്ലാതെ എൻ്റെ ഉമ്മ ഒരാളെയും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, വിഷമിച്ചിട്ടില്ല. എന്തിന് ഫസീലത്താനൊന്നും എൻ്റെ ഉമ്മ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടു. കാരണം മക്കൾക്ക് വേണ്ടിയും ഫസീലത്താക്കൊക്കെ വേണ്ടിയും എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഉമ്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലൽപ്പം സത്യം പറഞ്ഞ ഷമ്മാസിനെ മനസ്സിൽ അത് വല്ലാത്തൊരു വിഷമമായി. കാരണം റുഖ്യാത്ത് പറഞ്ഞ്, ഷമ്മാസേ, അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. നിങ്ങളെ അമ്മക്ക് ഇഷ്ടം ഓളാണ്. ഇവിടുത്തെ മക്കളെക്കാളും മരുക്കളെക്കാളും ഇഷ്ടം ഓളാണ്. പുറമക്കാർക്ക് കുറേ തിന്നാൻ വാരി വലിച്ച് കൊടുത്തിട്ട് കാര്യമില്ല, അവനാൻ്റെ മക്കൾക്ക് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട. ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. നിങ്ങളെ പുത്തൻ വീട് തറവാടിൻ്റെ ആ ഒരു മഹിമ നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്താനാണ് ഈ സമീറാനെ ഇവിടെ വെച്ചുകൊണ്ട് തിന്നോളി. പിന്നെ നാട്ടുകാർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തു പറയാം? അല്ലേ, ഇവിടെ ഉസ്താദ് സമീറാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ മൂപ്പര് ക്ലാസ് എടുത്താൽ മതി, അങ്ങനെ ആദ്യം സ്വയം നന്നാവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നാര ഷമ്മാസ്, എൻ്റെ കുട്ടിനോടുള്ള സ്നേഹം എന്നോടുണ്ടായിട്ട് ഞാൻ പറയണ്, സമീറാൻ ഇവിടുന്ന് ഇറക്കി വിട്ടോളി. അതുമല്ല, ആ ഉസ്താദിനോട് അടുപ്പിച്ചും വേണ്ട. റുഖ്യാത്ത, നിങ്ങൾ ക്ലാസ്സിന് പോറില്ലേ? ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ടില്ലേ? കേട്ടിക്കണേ. ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ തറവാടിനോടും നിങ്ങളോടും കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പറയണത്. ദയവായി നിങ്ങൾ ഇവിടെ വല്ലാതെ ഇങ്ങോട്ട് തലയിൽ കയറ്റി വെക്കണ്ട. എന്തെങ്കിലും കട്ട് കൊണ്ടുപോയാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഷമ്മാസിനെ നല്ല രീതിയിൽ അതാ റുഖ്യാത്ത പിരി കയറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പൊന്നാര മോനെ, ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ജിൻ്റെ മോനെ പോലെ കരുതിയിട്ട് ഞാൻ പറയണത്. സമീർ ഉസ്താദ് എന്തൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ ആരെയും ഇവിടെ കണ്ടക്കണ ഇല്ലല്ലോ? ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓൾ റൂമിൽ നിന്ന് ഉസ്താദി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാണ്. കേൾക്കണേ കേട്ടോ, എൻ്റെ ഈ കണ്ണുകൊണ്ട് റുഖ്യ തോണറിയില്ല. റുഖ്യാക്ക് തോണറേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എൻ്റെ കണ്ണ് കണ്ടു ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എൻ്റെ പൊന്നാര ഷമ്മാസ്, എൻ്റെ അമ്മാനോട് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. എൻ്റെ അമ്മാനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എന്തെന്നോട് പറഞ്ഞെന്നോ? എന്താ റുഖ്യ, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മയും കണ്ടേക്കണം, എൻ്റെ അമ്മ സമ്മതിച്ചു കൊടുത്തിട്ടേക്കാരം. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, അത് കുട്ടീൻ്റെ അടുത്തേക്ക് പോയതേനോ ഉസ്താദ്. കുട്ടീൻ്റെ അടുത്തേക്ക്, ആ തള്ളൻ്റെ അടുത്തേക്ക് ഇവിടെ നന്നായിട്ട് അറിയാം. ഇന്നോളങ്ങനെ പറഞ്ഞാണ് എന്നെ പൊടിയിട്ട് മയക്കിക്കണേ. എവിടെ ഞാൻ വിശ്വസിക്കുമോ? പെട്ടെന്ന് ഷമ്മാസിന് ദേഷ്യമാണെന്ന്. റുഖ്യാത്ത, നിങ്ങളിവിടെ നുസൈബാനെയും കുഞ്ഞിനെയും കുളിപ്പിക്കാനൊക്കെ അല്ലേ വന്നത്? നിങ്ങൾക്ക് ആ ജോലി ചെയ്താൽ പോരെ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടണോ? അതെ, ഉസ്താദും സമീറയും ഇഷ്ടത്തിലാണ്. അവരുടെ വിവാഹപ്പെടുത്തുണ്ടാവും ചെയ്യും. അതും എൻ്റെ ഉമ്മനെ നടത്തി കൊടുക്കും ഇൻഷാ അല്ലാ. എന്നാൽ അവൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ റുഖ്യാത്താക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നു. പഠിച്ചോനെ, എല്ലാവരും ഓൽക്ക് കൂട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാലല്ലേ എനിക്ക് എൻ്റെ ആങ്ങളുടെ മോളോട് കെട്ടിച്ചാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം, അതിനാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും
ഓലൊക്കെ ഒരു കെട്ടാണ്. ഇതിപ്പോൾ അതിനായിട്ട് നിൽക്കുന്നതാണ്. നടക്കട്ടെ അങ്ങോട്ട്. വല്ലാതൊന്നും ഞാൻ ഇത് വല്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, അല്ലാതെ ശരിയാവില്ല. റുക്യാത്തയുടെ മനസ്സിൽ വീണ്ടും പല ചിന്തകളാണ്. നുസൈബയെ കുളിപ്പിക്കുവാൻ വേണ്ടി കയറിയപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്, നല്ലോണം സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ, പിന്നെ എന്തെങ്കിലും കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഫലം ഉണ്ടാവില്ല. പിന്നെ തലയിൽ വെക്കലൊക്കെ നിലത്തിടലേ ഇക്കാരം. കുറച്ച് എൻ്റെ അമ്മായിമ്മ ഒടുക്കാടി പോയിക്കണ ഓളയും കൊണ്ട്. അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊരു മരുവോളാണല്ലോ അല്ലേ? എന്നോട് ഇതുവരെ പറയാതെ ഓളയോട് പറഞ്ഞിക്കണ്. എൻ്റെ അമ്മായിമാരൊരു കാര്യം ഞാൻ ആലോചിച്ചത്, സ്വന്തം മരുക്കളോടും മക്കളോടും ഇല്ല, ഓളായിട്ടാണ് പോയിക്കണത്. അതിനൊക്കെയാത്ത അതിനിപ്പോൾ എന്നെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. കൊണ്ടായാലും അതിപ്പോൾ സെമീറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. സെമീറത്ത് പുറത്തേ പോലില്ല. അപ്പോൾ ഉമ്മ അവരെയും കൊണ്ട് അങ്ങനെ ഒന്ന് പോയതായിരിക്കും. എന്നാലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ, കാരണം ഓട്ടോറിക്ഷയൊക്കെ പോയിക്കണത്. എൻ്റെ ഷാമോൻ എൻ്റെ പുതിയാപ്പിള ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇമ്മാരങ്ങനെ ഒറ്റയ്ക്ക് തെണ്ടി പോവോ എവിടേക്കെങ്കിലും? ശരിക്കും ഐഷുമ്മയെയും നല്ല രീതിയിൽ പറഞ്ഞ് അതാ ചൂടാക്കി കൊടുക്കുന്നുണ്ട് നുസൈബാക്ക്. എന്നാൽ നുസൈബ് പറയുന്നു, അതെ റുക്യാത്ത, അതിനിപ്പോൾ എന്താ പോയെന്ന് കരുതിയിട്ട് എനിക്കൊന്നുമില്ല, പോയി വരട്ടെ. അടുപ്പത്ത് തിളക്കുന്ന ഇറച്ചിക്കറി. എന്തായാലും ഒരു പണി ഞാൻ എടുക്കുന്നുണ്ട്. തൽക്കാലം ഷമ്മാസ് അവിടെ ഇല്ലാത്ത സമയം നേരിയതാ അടുക്കളയിലേക്ക് റുക്യാത്ത പോയിക്കണ്. ഇറച്ചിയിൽ തീരെ വെള്ളമില്ലല്ലോ. ഓളെ വല്ലാതെ അങ്ങോട്ട് തലയിൽ വെക്കണാണല്ലോ, നല്ല ടേസ്റ്റാണ്. അത് ഇതും ഉച്ചയ്ക്ക് ഉസ്താദ് വരും ഏതായാലും ചോറിന്. അപ്പോത്തിന് ഇറച്ചിക്കറിയും ചോറൊക്കെ കൊടുക്കാനാണ്. റുക്യാത്ത അടുപ്പിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ചട്ടിയിൽ അതാ ഒന്ന് ഇളക്കി നോക്കുന്നു. വെന്തൊക്കെ തുടങ്ങിക്കണ്. നല്ല രസമുള്ളൊരു മണം. 2 കഷ്ണം എടുത്ത് അവർ വായിലേക്ക് ഇട്ടു. എന്തോരു രസമോ, വല്ലാത്ത ചാത്. പക്ഷേ ഇതുപോലെ വെച്ച് ഇറച്ചി അങ്ങനെ എല്ലാവരും ടേസ്റ്റോട് കൂടി തിന്നണ്ട. റുക്യാത്ത അതാ അടുപ്പിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ഉപ്പും പാത്രത്തിൽ നിന്ന് ഒരു പിടി കല്ലുപ്പ് വാരിയെടുക്കുന്നു. നേരെ ഇറച്ചിയിലേക്കിടുന്നു. അതും 2 പ്രാവശ്യമായിക്കൊണ്ട് ഒരു പോങ്ങ ഉപ്പ്. ഇന്നോളെ പൊരിക്കണം ഐഷുമ്മ. കുറച്ചുകൂടി വെള്ളമൊഴിച്ച് തീ കത്തിച്ച് ഇങ്ങോട്ട് പോന്നു. ഇനി ഇറച്ചിക്കറി നല്ല രസമുണ്ടാകും. ഉസ്താദ് വരുമ്പോഴേ മുന്നിക്ക് വിളമ്പി കൊടുക്കണം. ഇത് ഓളെന്നെ കൊണ്ടുവച്ച് കൊടുക്കണം. അപ്പം അറിയണം ഓളെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഒരു പവിത്രത. കാണാം. ഇന്ന് ഷമ്മാസ് ഉച്ചക്ക് ചോറിനുണ്ടാവും, കാണാം. അങ്ങനെ അത് കുട്ടിയെയും ഉമ്മയൊക്കെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ്, എടാ മോനെ ഷമ്മാസേ. റുക്യത്ത, ഞാൻ നാണ്ട ഇറങ്ങട്ടെ, അല്ലെങ്കിൽ പോവണോ? എന്തേ ഭക്ഷണം കഴിച്ചോ? അല്ല മോനെ, ഭക്ഷണമൊന്നും ഇനിയിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ അവിടെ പോയിട്ടൊക്കെ അല്ലേ. എന്തേ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളി. ഉമ്മ ചോറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ബീഫൊക്കെ ആയിട്ടുണ്ടാവും, വേണമെങ്കിൽ അതും എടുത്ത് കൂട്ടിക്കോളി. അല്ല മോനെ, അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഞാൻ പോട്ടെ. അല്ലെങ്കിൽ ഒരു പിടി വറ്റി തിന്ന് പോവല്ലേ. ഓളെന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണല്ലോ, എന്താ ഉപ്പേരിയോ കൂട്ടാൻ എന്തൊക്കെ ഉണ്ടല്ലോ. ഇറച്ചി അവിടെ കിടന്ന് വന്നോട്ടെ, അത് എനിക്കിപ്പം വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇറച്ചി, അത് അവിടെ കിടന്ന് തളച്ചോട്ടെ. അത് ഉച്ചക്കാവുമ്പോഴത്തേന് ആക്കം പോലെ കിടന്ന് വേവണേ. എൻ്റെ അമ്മ കുക്കറിൽ വെക്കാൻ പറഞ്ഞിട്ട് ഓള് കേട്ടില്ലല്ലോ, ഓൾക്ക് അടുപ്പത്ത് തന്നെ വെക്കണം. കുക്കറിൽ വെച്ചേക്കണേ ഇപ്പോൾ 2 എണ്ണ തിന്നൊക്കെ എനിക്ക് പോയിനു. അതായിട്ടുണ്ടാവുമല്ലോ, ഒന്ന് നോക്കി എടുത്താൽ ഞാൻ നോക്കി തരണം. വേണ്ട, ഞങ്ങൾ അവിടുന്ന് ആണുങ്ങൾ അടുപ്പത്തേക്ക് വരൂലേ. അങ്ങനെ അത് റുക്യാത്ത അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇറച്ചിക്കറി അവർ തൊട്ട് നോക്കിയില്ല. ഉപ്പിടുന്നതിന് മുമ്പ് തന്നെ അതാ റുക്യാത്ത കുറച്ച് ഇറച്ചിയെടുത്ത് കഴിച്ചും ചെയ്തിരുന്നു. വല്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത്ര ടേസ്റ്റുള്ള ഇറച്ചി ആരും ഇവിടെ ഉള്ളൊരു കഴിക്കരുത്. എല്ലാവർക്കും നല്ല ഒരു കിട്ടൽ കിട്ടണം, അതായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. മോനെ, എന്നാൽ ഞാൻ പോട്ടെ. അല്ല റുക്യാത്ത, ക്യാഷ് അതെൻ്റെ അമ്മ 1.5 തരലുണ്ടല്ലോ. ആയിക്കോട്ടെ. പെട്ടെന്നതാ നുസൈബയുടെ ഉമ്മയും ഉപ്പയും വരുന്നു. ഉപ്പ, ഉമ്മ കയറിക്കോളി. മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് അവർ വന്നത്. ഷമ്മാസ് ചോദിച്ചു, എന്തിനാ ഉപ്പ അതൊക്കെ കൊണ്ടുവന്നത്? ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവന്നത്? മോനെ, എൻ്റെ കുട്ടിയല്ലേ പെറ്റ് കിടക്കണ്, അപ്പോൾ എനിക്കൊന്ന്. അങ്ങനെ അത് ഉമ്മയും ഉപ്പയും അകത്തേക്ക് കയറുന്നു. മക്കളൊക്കെ സ്കൂളിൽ പോയിക്കണ്. അപ്പം പിന്നെ ഓല് വരുമ്പോഴത്തേന്ന് വന്ന് പോയിച്ചിട്ട്. ശരി. റുക്യാത്ത പോയിട്ടില്ലായിരുന്നു.
ആ ആരത് ഇങ്ങോട്ട് കയറിക്കോളി. ആ വല്യമ്മ വല്യപ്പം വരുന്ന വരവാണല്ലോ അല്ലേ. നുസൈബ മോളെ, ഇതാ എൻ്റെ ഉമ്മ ഇപ്പൊക്കെ വന്നിക്കണേ, ഇരിക്കേ. അല്ല എവിടെ ഉമ്മയൊക്കെ എവിടെ? ഓല് ഇവിടെ ഇല്ലേ, ഇവിടെ നിൽക്കണ പണിക്കാരത്തെയും നിങ്ങളെ ഉമ്മയും ഇവിടുത്തെ ഉമ്മയും കൂടിയും പൊയ്ക്കണേ, എവിടുക്കോ പൊയ്ക്കണം, ടൂറേറ്റ പൊയ്ക്കണാവും. പെറ്റെടുക്കണ പെണ്ണിനെ ഇട്ടുകാണ്ടാണ് പൊയ്ക്കണത്. ആ കുറച്ച് ചോറ് അവിടെ വെച്ചേക്കണ, ഇറച്ചി അവിടെ അടുപ്പത്തും ഉണ്ട്. എന്നാലും ഉണ്ടാവുമല്ലോ പെറ്റെടുക്കണ പെണ്ണുങ്ങളിട്ട് പോകുമ്പോൾ ഒരു ഇത് പറച്ചിലും കാര്യങ്ങളും. അതുമില്ലേ കൊടുക്ക ഏതാ എന്താ ആർക്കും അറിയില്ല. ഏതായാലും പൊന്നാര മക്കളെ, നിങ്ങൾ കെട്ടിച്ചേക്കണ നല്ലോടത്തേക്ക് തന്നെയാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറ, ഇവിടെ ഒരു പമ്പന്നോള് വന്ന് കൂടിക്കണേ, സമീറ എന്ന പേര്, നിങ്ങൾക്ക് അറിയണല്ലേ? ആ ഞങ്ങൾ കണ്ടിക്കണ്, നല്ലൊരു പെണ്ണാണതിൽ, എല്ലാം ചെയ്യും എല്ലാം ചെയ്യും. എവിടെ വെറും പോക്കണ ആ പെണ്ണ്. ആ പമ്പർന്നോളെന്ന് വെച്ചാൽ എല്ലാവരായിട്ടും വലിയ കമ്പനിയും കാര്യങ്ങളും. മരുവനൊക്കെ ശ്രദ്ധിച്ചോളി, ഷമ്മാസിനൊക്കെ കാണാൻ നല്ല ചൊറുക്കുള്ള ചെക്കനാ. ഓനൊക്കെ ഓള് പാട്ട് പിടിച്ചു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ എന്തൊക്കെയൊക്കെ നടക്കണം ആർക്കറിയാം. ഇവിടെ വന്ന് ഒരുത്തി കൂടിയിരിക്കണം. ശരിക്കും ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഉള്ള പെരയിലും ഈ ഒരു പ്രായം പമ്പറന്നോളം നിർത്താൻ പാടില്ല. ഒക്കെ വലിയ തെറ്റാണ്. അത് സമീറ പാവം പെണ്ണാണല്ലോ, വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളും. നുസി പറഞ്ഞേക്കാലോ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്മ, നല്ലൊരു ഏട്ടത്തിയെ പോലെ. അതൊക്കെ അഭിനയമാണ്. ഏട്ടത്തിയെ പോലെ എന്നൊക്കെ പറയും. ഏട്ടത്തിയെ പോലെ എന്ന് പറഞ്ഞെന്താ, അത് അഭിനയിക്കുക, അത് അടുത്ത് കൂടാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോയില്ലേ. ഐഷുമാണെങ്കിൽ നല്ലോ ഓൾക്ക് തിന്നാനും കൊടുക്കും, സാധനങ്ങളും വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ്. സ്വന്തം മരുക്കളെ വരെ അങ്ങനെ നോക്കൂല. എന്തിനാപ്പോൾ അതിനൊക്കെ നിൽക്കണത്? അല്ലേ പണ്ട് പറഞ്ഞയച്ചൂടെ? പാർപ്പിരിച്ചാൽ എത്ര ഉണ്ട് എൻ്റെ കെയർ ഓഫിൽ തന്നെ. ഒന്നെന്നെ വിളിച്ചാൽ എനിക്കാണെങ്കിൽ കമ്മീഷനും കിട്ടും. ഇതിപ്പോൾ ഒന്നുമില്ലേ. ഓലെ നിർത്തി കഴിഞ്ഞാൽ എന്തോരിതാന്നോ. ഇപ്പോഴിതാ എന്തിനായിട്ട് വന്നുകൂടിയൊക്കെ ഒന്നും പറയാൻ പറ്റൂല മക്കളെ. ഏതായാലും കരുതിക്കോളി, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളി ഐഷുമ്മാനോട്. എങ്ങനെയെങ്കിലും ഓളുണ്ട് ഇറക്കി വിടാൻ. കാരണം നിങ്ങളെ മരുവന് ഷമ്മാസ് ഓനാണ് ബാല്യക്കാരൻ ചെക്കനാണ്. ഓളവിടെ പെറ്റ് കിടക്കണ്. നുസൈബ് അവിടെ പെറ്റ് കിടക്കുമ്പോൾ ഓളാ റൂമിലേക്കാരം. അപ്പോൾ ഈ ബാല്യക്കാരൻ ചെക്കന് ഇവിടെ ഉണ്ടാകുമ്പോൾ ബാല്യക്കാരത്തെ പമ്പറന്നോളൂ, അതും പുറത്തുള്ളൊരു പമ്പറന്നോളൂ ഔത്തുണ്ടാവുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇബിലീസ് വരുമല്ലോ ഓലയിടയിൽ. ആർക്കറിയാം എന്തൊക്കെ കഴിഞ്ഞിരിക്കണം, ആർക്കറിയാം. എനിക്കൊന്നും എന്താ റുക്കിയാത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് നമ്മൾ. ഓളിപ്പോൾ വീട്ടിലേക്ക് ജോലിക്ക് വന്നു വിചാരിച്ചിട്ട് അവിടെ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു. ഓളങ്ങനെ ജോലിക്ക് എന്ന് കരുതി വന്നു അല്ല, നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടും. ഇല്ലടി, ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ട കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരിക്കലും കണ്ണോണ്ട് കാണാതെ കാണൂല. പിന്നെ ഇവിടേക്കൊരു ഉസ്താദ് പേരിന് ചിലവിനും വരുന്നുണ്ട്. ഉസ്താദ് സമീറാൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങണേ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തിനാ കള പറയണത്? അതാണ് സ്ഥിതി. അങ്ങനത്തെ ഏറ്റങ്ങളൊക്കെ നിർത്താൻ പാടുണ്ട പെരൻ്റെ ഉള്ളിൽ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ പുത്തൻ വീട് തറവാട്ടിന് ചീത്തപ്പേര് കേൾപ്പിച്ചാണ്ടാവും. അത് പറയണവർക്ക് പറ്റൂല. പറയണ പറ്റുന്നല്ല അവൾക്ക്. ഓളൊന്നും പറയാൻ പറ്റൂല. ഇവിടുത്തെ നുസൈബ മരുമകളാണ്. ഓളെക്കാൾ സ്നേഹമാണ് സമീറാനോട്. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്ന്. എന്നാൽ നുസൈബയുടെ ഉമ്മ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ പേടിച്ചാലിപ്പോൾ എങ്ങനെ? ഇപ്പോൾ പെരയിലിപ്പോൾ പാർപ്പേരുത്തിയാൾ കുളിപ്പിക്കണോലെ ഒക്കെ പെരയിൽ നിന്ന് വന്ന് പോണ് നിൽക്കണ്. അതൊക്കെ ഇപ്പോൾ ഉമ്മാരിവിടെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഇപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റക്കൊന്നല്ലല്ലോ, ഓരോരുത്തരും ഒറ്റക്ക് നിർത്തി പോണ്. ഇതിപ്പോൾ ഓളമ്മ ഇവിടെ ഇല്ലേ, പിന്നെ ഇപ്പം എന്താ? നിങ്ങളമ്മ ഇവിടെ ഉണ്ട്, ഐഷും അവിടെ ഉണ്ടല്ലോ, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിമേലൊരു ഇതൊന്നുമില്ല. നിങ്ങളെ മോളോടൊന്ന് ചോദിച്ചു നോക്കി ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു തരാം. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞാലേ ഓളെ ഇറക്കി വീണ കാര്യത്തിൽ കേട്ടാ. റുക്യാത്ത എന്തോ ഉമ്മയോട് പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഷമ്മാസിന് തോന്നിപ്പോയി. പഠിച്ചോനെ, റുക്യാത്ത എന്തൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഷമ്മാസ് തന്നെ അതാ ചായയൊക്കെ ഉണ്ടാക്കുന്നു. മോനെ വേണ്ട മോനെ, ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞങ്ങളിപ്പോൾ കുടിച്ച് പോകുന്നുണ്ട്. അല്ലുമ്മ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പെറ്റെടുക്കുന്ന പെണ്ണിനിട്ട് പോയിട്ടിപ്പോൾ മോനാണ് വെച്ചുണ്ടാക്കി തരുന്നത്. അതിനെന്താ, അവിടെ ഇപ്പോൾ അങ്ങനത്തെ കണക്കൊന്നുമില്ലല്ലോ. ആണുങ്ങളാണ് പെണ്ണുങ്ങളായാലും ഇപ്പോൾ എന്താ, നമുക്ക് അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഷാമോൻ തന്നെയല്ലേ ഉമ്മാക്ക് പണിയെടുത്തെടുത്തിൻ്റെ അല്ലേ? ആരും ഇല്ലാത്തപ്പോൾ ഉമ്മാനെ സഹായിച്ചതിന് ഷാമോൻ തന്നെ അല്ലേനോ? ആ ഒരു ഇതും എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോഴേക്കും നുസൈബി എഴുന്നേറ്റ് വന്നു. പൊന്നു മോളെ, എണീക്കേണ്ട, അവിടെ കിടന്നോ, കുറച്ചു നേരം കൂടി അവിടെ കിടന്നോ, അങ്ങനെ നീച്ച് നടക്കരുത്. അതിന് ഓള് കെടുക്കലൊന്നുമില്ല, ഓള് നീച്ച് നടക്കില്ല, പെറ്റ് നടക്കണുള്ളൂ, പെറ്റ് കെടുക്കല്ല. അതൊക്കെ ഇപ്പോഴല്ല അതിൻ്റെ അത് അറിയില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. നുസൈബിയെ സ്നേഹത്തോടെയാണ് റുക്യാത്ത അങ്ങനെ പറയുന്നത്.
പൊന്നാര താത്ത, എനിക്ക് നിങ്ങളോട് പറയാനേ, എനിക്ക് നുസൈബാനോടൊക്കെ നല്ല സ്നേഹമാണ്. പക്ഷേ ഇവിടുത്തെ ആ പെമ്പറിനോട് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ ഓളെ പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊന്ന് കാര്യങ്ങൾ പറഞ്ഞാളേ. പെരിയിൽ അങ്ങനെ അന്യ പെണ്ണുങ്ങൾ നിർത്താൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഐഷുമാണ് പറഞ്ഞയച്ചോളും. അല്ലെങ്കിൽ എന്നും ഇപ്പോൾ ഇവള് നല്ല സുഖത്തിൽ ഇവിടെ അങ്ങനെ കഴിയണം. എന്താ ഓളൊരു സുഖമെന്നോ. സമീറയെക്കുറിച്ച് അത് പറയുന്നത് ഷമ്മാസ് ഒരു നിമിഷം ശ്രദ്ധിച്ചു. പെട്ടെന്ന് എന്ത് പറയണമെന്നായിപ്പോയി. റുക്യാത്ത, നിങ്ങൾ എന്നാ നിങ്ങൾ പോയിക്കോളി, ലേറ്റ് ആവണ്ട. ഞാൻ പറഞ്ഞൊന്നും എനിക്ക് പറ്റണില്ല, അതാണത്. വേഗം പറഞ്ഞേക്കാൻ നോക്കാണ്. കാരണം വന്നപ്പോൾ തുടങ്ങിയെന്നാ പറച്ചില്ല, ഇതുവരെ നിന്നിട്ടില്ല. സത്യം പറഞ്ഞ ഷമ്മാസിന് ഇടങ്ങാറാണ് തോന്നിയത്. ഞാൻ പോയിക്കോളാം മോനെ, ഞാൻ ഇവിടെ നിൽക്കണമെന്നില്ലയോ. ഓഹ്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ പുറമക്കാരെ പറ്റും. നമ്മൾ പണ്ടൊക്കെ മണ്ടേ ഒത്താഴ്ചയാൾ ഇവിടെ വരണേ തന്നെയാണ്. നമ്മളങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റും. പുറമക്കാരൊക്കെ വന്ന് നിന്നാൽ ഓലോട് പോകാനും പറയില്ല, ഒന്നും പറയില്ല. സത്യം പറഞ്ഞാൽ റുക്യാത്ത അവിടുന്ന് പോയ പോലെയാണ് പോയത്. ഷമ്മാസ് വിചാരിച്ചു, റബ്ബേ, ഇങ്ങനത്തൊക്കെ വീട്ടിൽ വന്ന് കയറിയ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മതി കുളിപ്പിച്ചതൊക്കെ, അത് മതി. ആവശ്യത്തിന് കഴിക്കണേ, അത് മതി. അല്ലാതെ ഇത്രയും ഏഷണിയും വരദോഷണമൊക്കെ പറഞ്ഞ് നടക്കണമല്ലേ, വീടിന് തന്നെ കേടാണ്. ഷമ്മാസിൻ്റെ മനസ്സിൽ ശരിക്കും അങ്ങനെ ആ ഒരു ചിന്ത വന്നു തുടങ്ങി. ഉമ്മയോട് പറയണം മതിയാക്കാൻ ഒക്കെ. ഷമ്മാസ് പെട്ടെന്ന് അതാ നുസൈബയുടെ ഉമ്മയുടെ അരികിൽ വന്ന് പറഞ്ഞു, അതേ, അവർ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അവർ അങ്ങനെയൊക്കെ സാരല്ല. അത് ഒത്താച്ചയാളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എല്ലാ ഒത്താച്ചയാളും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തും നല്ല എല്ലായിടത്തും ചുരുക്കമാണ് ഇങ്ങനെ പറയണു. എല്ലാവരും ഞാൻ പറയണില്ല, ഒരു 90% ആളുകൾ ഏഷണിയും പരദോഷണവും പറയുന്ന ആൾക്കാരെന്നെ ഇക്കാരം. ഓലിങ്ങനെ ഒരു പരിയിൽ നിന്ന് ഒരു പരിക്ക് ഇങ്ങനെ പോയി ഇതൊക്കെ ഇങ്ങനെ കണ്ട് പറയണ്ടേ, അതുപോലൊരു ശീലമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അതിനൊന്നും വലിയ വിശ്വാസമില്ല. നുസൈബയുടെ ഉമ്മ അത് പറഞ്ഞു. അപ്പോഴാണ് ഷമ്മാസിന് സമാധാനമായത്. വീട്ടിലേക്ക് വിരുന്ന് വരുന്ന ഗസ്റ്റുകളോട് വരെ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ റബ്ബേ, സമീറ, അതാണ് അവർക്ക് തലവേദന. സമീറയെ ഇവിടുന്ന് പുറത്താക്കണം. അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ് അവർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഷമ്മാസിന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. ഐഷമ്മയും സമീറയും എങ്ങോട്ടാണ് പോയത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.